ഞാൻ ഇന്ന് എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് കുറച്ച് കോഴികളുണ്ട്, ഫ്ലൈറ്റൊക്കെ ഉണ്ട്, ഫ്ലൈറ്റൊക്കെ താറാവ്, ഈ 2 ഐറ്റംസാണ്. ഇതൊരു 4 മാസം പ്രായം കഴിഞ്ഞതാണ്. ഇവർക്ക് കൊടുക്കണ തീറ്റയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ചീരൻ്റെ ഇലയാണ്, എന്താ മലായി ചീര, അവിടെ എങ്ങനെ ഇവിടെ പറയൽ. ഈ ചീരൻ്റെ ഇല കട്ട് ചെയ്തിട്ട് പിന്നെ കോഴിത്തീറ്റ ഉണ്ട് വാങ്ങണ പുറത്തുനിന്ന്. ഞാൻ കുറച്ചെല്ലാ സാധനം കൂടി ഗോതമ്പ് അരി ഇതെല്ലാം കൂടി ഇടും. ഇത് പപ്പായൻ്റെ ഇലയാണ്. ചോറ് ബാക്കിയുണ്ടെങ്കിൽ ഒക്കെ ഇടും. ഇതൊരു പിണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യും. ഇത് മൾബറീൻ്റെ ഇലയാണ്. മൾബറീൻ്റെ ഇലയും പിന്നെ അതുമാതിരി ചീനാമുളകിൻ്റെ ഇല ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കും. ചിലപ്പം കുറച്ച് കോഴിത്തീറ്റ ചേർത്തിട്ട് വെച്ചെടുക്കും. ചിലപ്പോൾ ഇത് സ്വന്തമായിട്ട് കൊണ്ട് ഇട്ട് കൊടുക്കും. ചീനാമുളക് നല്ല മരം ഉണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഇല എടുക്കും. ഇതൊക്കെ കൂടി ചെറുതാക്കി അരിയും. അരിയാട്ട് കൊടുത്താൽ കുറേ വേസ്റ്റായി പോകും. അപ്പം അങ്ങനെ അരിഞ്ഞങ്ങാണ്ട് പൊടിയാക്കി അരിഞ്ഞിട്ട് കോഴിൻ്റെ പുറത്തേക്ക് വിടലില്ല. കോഴിക്കളെ 2 കൂട്ടലും പുറത്തേക്ക് വിടലില്ല. അപ്പോൾ ഇതാണ് വലിയ കോഴിക്കൾ. ഇത് 4-5 പൂവനുണ്ട്, 12 കുട്ടികളുണ്ട്. തിന്നാൻ മടിക്കുള്ളവരും ഉണ്ട്, കൊത്തിയാട്ടുന്നവരും ഉണ്ട്. 3 പുള്ളിക്കോഴിയുണ്ട്. ഇത് 2ഉം പൂവനാണ്, ഒന്നുള്ളൂ ഇപ്പോൾ. പിന്നെ വേറെ ഉണ്ട് പൂവന്മാർ തോന്നുന്നുണ്ട് ഇതിൽ. എന്താ കിട്ടിയതായി. എന്തായാലും നമുക്കൊരു ചെറിയൊരു വരുമാനം അങ്ങനെ ആയി കിട്ടുകയാണെങ്കിൽ. അതുപോലെ തന്നെ എനിക്കൊരു കോഴിക്കൂടും, ഒരു സ്ത്രീ കാർഷിക കൂട്ടായ്മയെന്ന് കോഴിക്കൂടില്ലാത്തവർക്ക് നറുക്കിട്ടിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയാണ്. ഇതാണ് ഒരു 15 ഉറുപ്പ്യെങ്കിലും 16 ഉറുപ്പ്യൊക്കെ വില ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് താഴത്തെ കൂട്. ഇതിൽ ഞാൻ രാവിലെ ഇത്തിരി കുമ്മായം ഇട്ടളില്ല, അതിൻ്റെ പൊടി ഇട്ടിരുന്നു. ഭയങ്കര നാറ്റുണ്ടായിരുന്നു. പിന്നെ ഈ ചിന്തേര് പൊടി ലാസം വെതറി, തീർച്ചപ്പൊടി ലാസം വെതറി, മരപ്പൊടി ഒക്കെ കൂടി വെതറിട്ടിരുന്നു. കണ്ണൊക്കെ കൊത്തി പറിച്ച് പാകമാക്കിയിരിക്കും ചിലത്തിൻ്റെ. ഇത് ചെറിയതാണ്. ഇതൊരു 3 മാസം പ്രായം കഴിഞ്ഞതാണ്. ഇതിൻ്റെ ഉണ്ട് 14 കുട്ടികളുണ്ട്. ഈ 14 കുട്ടികളിലും പെടക്കുട്ടികൾ ഉണ്ട്, പക്ഷേ എങ്കിലും ഇതിലും പൂവനുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞ സെയിലിനിടും. അതുമാതിരി വലിയ 2 തള്ളക്കോഴിയുണ്ട്. ഫ്ലൈറ്റൊക്കെ കൊത്തി ഇറങ്ങുന്നുണ്ട്, പക്ഷെ തോനൊന്നുമില്ല. ഇടിമിന്നലിനൊക്കെ മുട്ടകളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുമാതിരിയൊക്കെ നമ്മൾ വീട്ടമ്മമാരുണ്ടാക്കുക. നമ്മളാവശ്യത്തിന് എല്ലാം ഇതൊക്കെ വിറ്റാലേ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കമൻറ്റുകളൊക്കെ എഴുതുക. ഇതൊക്കെ എനിക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ്, ലൈക്കൊക്കെ ചെയ്യുക. മേലെയുണ്ട് കൂട്, പിന്നെ മുകളിൽ 2 ചെറിയ അറയുണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ തള്ളന് വയ്ക്കാൻ. അപ്പോൾ നന്ന ചെറിയ കുട്ടികളെ ഇടാനുള്ള കൂട് മുകളിലുണ്ട്, നന്ന മേലുണ്ട്. അവർ കൊത്തിയിറങ്ങിയ പാട് താഴത്ത് ഇവിടെ മരപ്പട്ടി നായൊക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ